കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഒക്ടോബർ മാസത്തിൽ പ്രഗ്നൻസി നോക്കുന്നവർ മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു ടിപ്പിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നാച്ചുറലി ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ കഴിയുന്ന ടിപ്സിനെ പറ്റിയിട്ടാണ്. നമ്മൾ വരുത്തുന്ന എക്സസൈസ്, നമ്മൾ ചെയ്യുന്ന എക്സസൈസുകളിലാണെങ്കിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലാണെങ്കിലും ഇതെല്ലാം ഒന്ന് ഇമ്പ്രൂവ് ചെയ്തിട്ട് എങ്ങനെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് ഒരുപാട് ആളുകൾ ഈ ടിപ്സൊക്കെ ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് പ്രസ് ചെയ്യുക കേട്ടോ. അതിൽ നിങ്ങൾക്ക് സക്സസ് സ്റ്റോറീസ് കാണാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങളുടെ സെയിം ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ ഫോളോ ചെയ്തിട്ടുള്ള ടിപ്സ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അങ്ങനെയുള്ളതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതും അനുയോജ്യമായിട്ടുള്ളതുമായിട്ടുള്ള ടിപ്പ് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് ക്യാബേജിനെ പറ്റിയിട്ടാണ്. ക്യാബേജ് കഴിച്ച് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന നമുക്ക് ചുറ്റുമുള്ള എല്ലാ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഉപയോഗിച്ചിട്ട് നമുക്ക് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഡയറക്റ്റായിട്ട് പ്രഗ്നൻ്റ് ആകാനായിട്ട് ക്യാബേജ് കഴിക്കണം അങ്ങനെയല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ക്യാബേജിൽ അടങ്ങിയിട്ടുള്ള പല വൈറ്റലായിട്ടുള്ള ന്യൂട്രിയൻസും നിങ്ങളുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ അമ്മയാകാനായിട്ടുള്ള സാധ്യത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ്. അപ്പോൾ സ്ത്രീക്കും പുരുഷനും എന്തെല്ലാം ബെനിഫിറ്റുകളാണ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്യാബേജിൽ ഒരുപാട് വൈറ്റലായിട്ടുള്ള ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. വിറ്റമിൻ സി ഉണ്ട്, ഫൈബർ ഉണ്ട്, വിറ്റമിൻ കെ, ഫോളേറ്റ്, വിറ്റമിൻ B6, കാൽഷ്യം, പൊട്ടാഷ്യം, വിറ്റമിൻ ഇ എന്നിവയെല്ലാം ക്യാബേജിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിലടങ്ങിയിട്ടുള്ള ഡൈഡോളിമിഥൈൻ എന്ന് പറയുന്നത് പവർഫുൾ ആയിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഇത് അണ്ടത്തിനെയും ബീജത്തിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. കൂടാതെ ഇതിലടങ്ങിയിട്ടുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി കോമ്പൗണ്ട്സ് നമ്മുടെ റീപ്രൊഡക്റ്റീവ് പാർട്സിനെ സ്ട്രോങ് ആക്കുന്നതിനും ഹെൽത്തി ആക്കി വെക്കുന്നതിനും സഹായിക്കുന്നു. കൂടാതെ എൻഡോമെട്രിയോസിസ്, ഫൈബ്രോയിഡ് എന്നിവ വരുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. പല ആളുകളും മനസ്സിലാക്കാതെ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അണ്ടത്തിനും അതുപോലെ തന്നെ ബീജത്തിനും ക്വാളിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻസി ആകില്ല എന്നുള്ളൊരു കാര്യം. നമ്മളത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള നട്ട്സ് ആണെങ്കിലും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിലും അതുപോലെ വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും എടുക്കുന്നത് കേട്ടോ. ഒരുപാട് പേര് ചാനലിൽ വന്ന് നെഗറ്റീവായിട്ട് പറയുന്നവരുണ്ട്. ഇത് കഴിച്ച് കഴിഞ്ഞാൽ, ഡ്രൈ ഫ്രൂട്ട്സ് കഴിച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആകുമോ, അല്ലെങ്കിൽ നട്ട്സ് കഴിച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആകുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെ ഒരു തരത്തിൽ ഇൻസൾട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഇത് കഴിച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആകും എന്നല്ല, പക്ഷേ നമ്മുടെ അണ്ടത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. ബീജത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പുരുഷൻ ഇത് എടുക്കുമ്പോൾ സഹായിക്കും. ഇത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്കവിടെ പ്രഗ്നൻസി ആവുകയുള്ളൂ. അപ്പോൾ ഡയറക്റ്റ് ആയിട്ടൊരു എഫക്റ്റ് നമുക്ക് കിട്ടില്ല, പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഫക്റ്റ് കിട്ടുകയും ചെയ്യും കേട്ടോ. അടുത്തത് ഇതിലടങ്ങിയിട്ടുള്ള വിറ്റമിൻ ഇയുടെ ഗുണമാണ്. ഇതും പവർഫുൾ ആയിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഇത് നമ്മുടെ എഗ്ഗിൻ്റെ ഓവറോൾ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മിസ്കാരേജ് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഇത് ഉപയോഗിക്കുമ്പോഴേക്കും കുറയുന്നു. ബർത്ത് ഡിഫക്ട്സ് കുഞ്ഞിനുണ്ടാവുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. പല കുഞ്ഞുങ്ങൾക്കും സ്കാൻ ചെയ്യുന്ന സമയത്തായിരിക്കും എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടോ എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ കുഞ്ഞിന് ഗ്രോത്ത് വളരെയധികം കുറഞ്ഞു പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ മെഡിക്കലി ടെർമിനേറ്റ് ചെയ്ത് കളയേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാകും. ഓൾറെഡി ഒരു തവണ മിസ്കാരേജ് ഉണ്ടായിട്ടുള്ള ആളുകൾക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. പിന്നീട് അടുത്ത ഒരു പ്രഗ്നൻസിയിൽ കുഞ്ഞിന് ബാക്കിയുള്ള ഡിഫക്ട്സ് ഒന്നും ഇല്ലാതെ പ്രഗ്നൻസി സക്സസ്ഫുൾ ആയിട്ട് മുൻപോട്ടേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഈ ടിപ്പ് ഫോളോ ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അടുത്ത വിറ്റമിൻ ഇ നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ്. സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സെർവിക്കൽ മ്യൂക്കസ് എന്താണെന്ന് ഒരുവിധം എല്ലാവർക്കും തന്നെ അറിയാം. ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ സെർവിക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ലിക്വിഡാണ് ഈ സെർവിക്കൽ മ്യൂക്കസ് എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സിൽ ലൂബ്രിക്കേഷൻ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് മാത്രമല്ല, ആ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷവും നമ്മുടെ ശരീരത്തിനകത്തേക്ക് എത്തുന്ന സ്പേമിന് അണ്ടം വളരുന്നത് വരെ ഹെൽത്തി ആയിട്ട് ശരീരത്തിൽ നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ഒരുക്കി കൊടുക്കുന്നത് നമ്മുടെ സെർവിക്കൽ മ്യൂക്കസ് ആണ്. സെർവിക്കൽ മ്യൂക്കസ് ഹാർഡായി പോയി കഴിഞ്ഞാലോ, സെർവിക്കൽ മ്യൂക്കസ് കൂടുതൽ അതിൻ്റെ pH ബാലൻസിൽ വ്യത്യാസം വന്ന് തിക്കനായി പോയി കഴിഞ്ഞാലോ ശരീരത്തിനകത്ത് സെമന് ഒരുപാട് ദിവസം നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരികയോ, ഒരുപാട് ദിവസം പോയിട്ട് ഒരു ദിവസം പോലും ശരീരത്തിനകത്തേക്ക് കടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവുകയോ ചെയ്യുന്നു. സെർവിക്കൽ മ്യൂക്കസ് കട്ടിയാകുന്നതിനനുസരിച്ചിട്ട് സെമന് യാത്ര ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് അത് വജൈനയുടെ ഓപ്പണിങ്ങിൽ വെച്ചിട്ടോ സെർവിക്സിൽ വെച്ചിട്ടോ ഒക്കെ നശിച്ചു പോകാനായിട്ടുള്ള ചാൻസസും ഭയങ്കര കൂടുതലാണ് കേട്ടോ. ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നമുക്കപ്പോൾ ഡിസ്ചാർജ് വളരെയധികം കുറവാണെങ്കിലോ, അല്ലെങ്കിൽ പോകുന്ന ഡിസ്ചാർജ് ഭയങ്കര കട്ടിയുള്ളതാണെങ്കിലോ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ.
അടുത്തത് ബി വിറ്റമിനിൽ നിന്നും ജനറേറ്റ് ആകുന്ന നമ്മുടെ ഫോളിക് ആസിഡ് നിങ്ങളുടെ ശരീരത്തിൽ ഡെവലപ്പ് ആകുന്ന കുഞ്ഞിൻ്റെ ഗ്രോത്തും ഒക്കെ നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് കുഞ്ഞിനുണ്ടാകുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. പ്രഗ്നൻസിയുടെ ആദ്യത്തെ ട്രൈമസ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോകേണ്ട ഒന്നാണ് ഫോളിക് ആസിഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ആ ഒരു അളവ് നമ്മൾ ശരിക്കും പ്രഗ്നൻ്റ് ആയി എന്നറിയുന്നത് നമ്മുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൻ്റെ മിഡിലിൽ വെച്ചിട്ടോ ഫസ്റ്റ് ട്രൈമസ്റ്റർ തീരാറാകുന്ന സമയത്തൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള സമയത്തൊക്കെ ഫോളിക് ആസിഡിൻ്റെ കണ്ടന്റ് ശരീരത്തിൽ ഇല്ലെങ്കിൽ കുഞ്ഞിന് ഡിഫക്ട്സ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഭയങ്കരമായിട്ട് കൂടുതലാണ്. അതുകൊണ്ട് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളിതൊക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തത് ബീറ്റാ കാരോട്ടിൻ ആണ്. ഇത് നമ്മുടെ എഗ്ഗിനെയും അതുപോലെ തന്നെ പുരുഷൻ്റെ സെമനെ ഫ്രീ റാഡിക്കൽസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഈ ഒരു പ്രൊട്ടക്ഷൻ ശരീരത്തിന് കിട്ടാതെ വരുന്ന സമയത്താണ് ബീജസങ്കലനം നടക്കുന്നതിന് മാത്രമുള്ള ക്വാളിറ്റി ആ ഒരു ബീജത്തിനും അണ്ടത്തിനും ഇല്ലാത്ത സിറ്റുവേഷൻ വരുന്നത്. അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിത് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വിറ്റമിൻ സി നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്താണെങ്കിലും പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണെങ്കിലും നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി ഭയങ്കര കുറവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് പെയിൻ കില്ലേഴ്സ് ആണെങ്കിലും ആൻറ്റിബയോട്ടിക്സ് ആണെങ്കിലും അതുപോലെ മറ്റുള്ള മെഡിക്കേഷൻസ് ആണെങ്കിലും നമ്മൾ റെഗുലറായിട്ട് എടുക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാകുന്നു. അതിനൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. അതുമാത്രമല്ല പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി ഭയങ്കര കുറവാണെങ്കിൽ നമുക്ക് ആ സമയത്തും ഇൻഫെക്ഷൻസും ബാക്ടീരിയാസും ഒക്കെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഭയങ്കര കൂടുതലാണ്. ചിലതൊക്കെ ഡയറക്റ്റായിട്ട് കുഞ്ഞിലോട്ടും അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതൊക്കെ ഒന്ന് ഓവർകം ചെയ്യണമെങ്കിൽ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നുണ്ട് കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റാണ് നമ്മുടെ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഇതിൽ ഫൈബറിൻ്റെ കണ്ടന്റ് കൂടുതലായിട്ടും അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഡൈജഷൻ കൃത്യമായിട്ട് നടക്കുന്നതിനും നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കുടലിലെ ഗുഡ് ബാക്ടീരിയാസിൻ്റെ പ്രവർത്തനം സപ്പോർട്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഡൈജഷനും ഫെർട്ടിലിറ്റിയുമായിട്ട് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ബന്ധമുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം കൃത്യമായിട്ട് അതിൻ്റെ ദഹിച്ച് അതിൻ്റെ ന്യൂട്രീഷനൊക്കെ ശരീരം അബ്സോർബ് ചെയ്തിട്ട് വേസ്റ്റൊക്കെ കൃത്യമായിട്ട് പുറന്തള്ളി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ബോഡി ഹെൽത്തി ആയിട്ടുള്ളൊരു ബോഡി ആവുകയുള്ളൂ. ഇവിടെ ഡൈജഷൻ കൃത്യമായിട്ട് നടക്കാതിരുന്ന് കഴിഞ്ഞാൽ ന്യൂട്രിയൻസിൻ്റെ അബ്സോർപ്ഷനും അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിൽ നിന്ന് വേസ്റ്റ് പുറത്തേക്ക് പോകുന്നതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് വൈറൽ അസ്വസ്ഥതകൾ ഉണ്ടാകും, കുടലിൻ്റെ ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകും. അതെല്ലാം ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ക്യാബേജ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അടുത്തത് നമ്മുടെ ഹാർട്ട് ഹെൽത്തി ആയിട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഹാർട്ടിൻ്റെ പമ്പിങ്ങും അതുപോലെ പ്രവർത്തനങ്ങളും ഒക്കെ കൃത്യമായിട്ട് നടന്നു കഴിഞ്ഞാൽ മാത്രമേ ബ്ലഡ് സർക്കുലേഷനൊക്കെ പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പ്രഷറുള്ള ആളുകൾക്ക് പ്രഷർ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ക്യാബേജ് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇതിലടങ്ങിയിട്ടുള്ള പൊട്ടാഷ്യമാണ് ആ ഒരു പവർ ശരീരത്തിന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബോൺസ് ഹെൽത്തി ആയിട്ട് വെക്കുന്നതിനും സപ്പോർട്ട് കൊടുക്കുന്നതിനും വേണ്ടിയിട്ട് വിറ്റമിൻ കെയുടെ സഹായത്തോടെ സാധിക്കുന്നുണ്ട്. ബോൺസ് നമുക്ക് പല ആളുകൾക്കും ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടാണ് ജോയിൻറ്റ് പെയിൻ ഉണ്ടാവുക അല്ലെങ്കിൽ നടുവിന് വേദന ഉണ്ടാകുക. ഇതൊക്കെ നമുക്ക് വരുന്നത് നമ്മുടെ ബോൺസിൻ്റെ സ്ട്രെങ്ത് കുറയുന്നതിനനുസരിച്ചിട്ടാണ് കേട്ടോ. അതൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാബേജ് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെ ലെവൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതിനും ക്യാബേജ് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇനി എല്ലാവർക്കും ഉണ്ടോ ഒരു സംശയമാണ്, തൈറോയിഡിൻ്റെ പ്രശ്നമുള്ള ആളുകൾ ക്യാബേജ് ഉപയോഗിക്കാവോ എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു ഹോർമോൺസിൻ്റെയൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു ഡോക്ടറുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഡോക്ടർ പറഞ്ഞത് ഒരാൾ ഒറ്റ ഇരിപ്പിൽ നിന്ന് പച്ച ക്യാബേജ് ഫുള്ളായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ആ ഒരു എഫക്റ്റ് ശരീരത്തിലെ തൈറോയിഡിൻ്റെ പ്രവർത്തനത്തിനെ അഫക്റ്റ് ചെയ്യുകയുള്ളൂ. അതല്ലാതെ നമ്മൾ ഒരു വീട്ടിലൊരു ക്യാബേജ് മേടിച്ച് കഴിഞ്ഞാൽ അതെല്ലാം നമ്മൾ കഴിക്കില്ലല്ലോ. കുറച്ചൊരു പോർഷനായിരിക്കും നമ്മൾ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ വൈകുന്നേരം ഒക്കെ ഒരു ഫുഡിൻ്റെ കൂടെ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കുറച്ച് കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ തൈറോയിഡിൻ്റെ ഫംഗ്ഷനെ ഒരിക്കലും അത് അഫക്റ്റ് ചെയ്യില്ല കേട്ടോ. നേരെ മറിച്ച് നമുക്ക് ഇത്തരത്തിലുള്ള ബെനിഫിറ്റുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടും അത് സഹായിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. ഇത്രയും ബെനിഫിറ്റ് കിട്ടുന്നു എന്ന് വിചാരിച്ചിട്ട് ഒന്നിടവിട്ടോ അങ്ങനെ എല്ലാ ദിവസവും ഒന്നും ക്യാബേജ് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ മാക്സിമം നിങ്ങളുടെ ആ ഒരു പ്ലേറ്റ്, നിങ്ങളുടെ ഫുഡ് കഴിക്കുന്ന ഒരു പ്ലേറ്റ് ഹെൽത്തി ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ചോറിൻ്റെ അളവ് കുറയ്ക്കുക. നേരെ മറിച്ച് നമ്മൾ എടുക്കുന്ന വെജിറ്റബിൾസിൻ്റെ ആണെങ്കിലും ഫിഷിൻ്റെ ആണെങ്കിലും ഒക്കെ നല്ല നല്ല ഫിഷുകളാണെങ്കിലും അതിൻ്റെയൊക്കെ അളവ് കൂട്ടിയിട്ട് നിങ്ങൾ ചോറിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്ലേറ്റ് എപ്പോഴും ഹെൽത്തി ആയിരിക്കും. അങ്ങനെ നിങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ ക്യാബേജ് അതല്ലാതെ കഴിക്കുന്നത്, അതായത് കറി വെച്ച് കഴിക്കുന്നത് ഇഷ്ടമില്ലാത്ത ആളുകൾ ക്യാബേജ് ഉപയോഗിച്ചിട്ട് ബജ്ജിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന വീഡിയോസ് ഉണ്ടാകും. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസിപ്പി ഏതാണോ അത് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് എങ്ങനെയാണെങ്കിലും ഹെൽത്തി ആയിട്ടുള്ളൊരു വഴിയിൽ കൂടി നിങ്ങൾ ശരീരത്തിനകത്തേക്ക് ഇത് എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സ്ത്രീകൾക്ക് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ബെനിഫിറ്റുകൾ വെച്ചിട്ട് പുരുഷന്മാർക്കും അവരുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ചില ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ് എക്സാക്ട് ഓവുലേഷൻ ഡേറ്റിൽ ചിലപ്പോൾ അവർക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിച്ചൊന്നും വരില്ല. അങ്ങനെ വരുമ്പോഴേക്കും ചിലപ്പോൾ അവർ ചെയ്തിട്ടുണ്ടാകുന്നത് 3, 4 അല്ലെങ്കിൽ 2 ദിവസങ്ങളൊക്കെ മുമ്പായിരിക്കും ഇവർ ചെയ്തിട്ടുണ്ടാകുന്നത്. അപ്പോൾ അണ്ടം വരുന്ന ആ ഒരു ദിവസം വരെ ശരീരത്തിൽ നിൽക്കണമെങ്കിൽ സെമനും കൂടി ക്വാളിറ്റി ഉണ്ടായേ മതിയാകും.
സ്പേമിന് ശരീരത്തിനകത്തോട്ടുള്ള ഒബ്സ്റ്റക്കിൾസ് ഒന്നും താണ്ടി അങ്ങോട്ട് ശരീരത്തിന് വെയിറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് അവിടെ പ്രഗ്നൻസി പോസിബിൾ അല്ല. അതിന് വേണ്ടിയിട്ട് പുരുഷൻ്റെ ബീജത്തിനെ കൂടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കുന്ന എല്ലാ ഹോം റെമഡീസും അദ്ദേഹത്തിനും കൂടി നിങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈവനിങ് ടൈമും ജോലി കഴിഞ്ഞിട്ട് വരുന്ന സമയവും മാക്സിമം നിങ്ങൾ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഫോർട്ടിലിറ്റി എക്സസൈസുകൾ ഹസ്ബൻഡിനോടും കൂടി ചെയ്യാനായിട്ട് പറയുക. ഒന്നും ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ് എങ്കിലും ചെയ്യാനായിട്ട് നിങ്ങൾ പറയുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.